എല്ലാവർക്കും മൈ വേൾഡ് മൈ തോട്ട്സ് ബൈ ബിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ അടുത്ത സമയത്തായിട്ട് ആരംഭിച്ചിരിക്കുന്ന ആയനൂർ തീരം എന്ന വാട്ടർ സ്പോർട്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ചെറുപുഴ ചെക്ക് ഡാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കയറി ചെല്ലുന്നത് പാർക്കിലേക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ഊഞ്ഞാലാടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർക്കിൽ എൻട്രി ഫ്രീ ആണ്. പാർക്കിൽ മറ്റ് സൗകര്യങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അവരുടെ സാരഥിയുണ്ട്, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ ഞങ്ങൾ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസുകൾ ഞങ്ങൾ ആക്കിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, കയാക്ക് ഇതെല്ലാം തുടങ്ങിയേക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മഴക്കാലം ആകുമ്പോഴത്തേക്കും റാഫ്റ്റിംഗ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. റാഫ്റ്റിംഗ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ സീസണുകളിലായിരിക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വരാൻ വേണ്ടി ചെറിയൊരു പാർക്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പാർക്കിൽ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. ആൾക്കാർക്ക് രാവിലെ ഒരു 9 മണിക്ക് തുറക്കും, വൈകുന്നേരം ഒരു 7 മണി വരെ ആയിരിക്കും ടൈം. പെഡൽ ബോട്ട്, കയാക്ക്, കൊട്ടവഞ്ചി ഇതിൻ്റെയൊക്കെ ടൈം മോർണിംഗ് 9 to 5 PM വരെ. ഇതാണ് ഇപ്പം നിലവിൽ ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് എന്ന സംഭവം ഞങ്ങളുടെ സൊസൈറ്റിയുടെ കീഴിലുള്ളതാണ്. പിന്നെ മീൻതുള്ളി വാട്ടർഫാൾസ്, അതായത് പൈനൂർ, ചെറുപുഴ, പുളിങ്ങോത്തിനടുത്തുള്ള മീൻതുള്ളി എന്ന സ്ഥലത്ത് അവിടെ ഒരു പൊൻപുഴ, അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അത് ഞങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഞങ്ങളെ ഒരു കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതും സീസൺ ഇപ്പോഴും വെള്ളമുണ്ട്, പക്ഷേ സീസണിലായിരിക്കും. ജൂൺ മാസം, മെയ് ജൂൺ കാലങ്ങളിൽ മുതലാണ് അതും തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദിവസത്തെ വൺ ഡേ ടൂറിന് വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഓടക്കൊല്ലിയുണ്ട്. നമുക്ക് ഒരു ദിവസം വൺ ഡേ ടൂറിന് വരുവാണെങ്കിൽ നമ്മുടെ ഓടക്കൊല്ലി നാച്ചുറൽ കേവ് സന്ദർശിക്കാൻ പറ്റും. ഇവിടുത്തെ പെഡൽ ബോട്ട്, കയാക്കിങ്, കൊട്ടവഞ്ചി ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. മഴക്കാലമാണെങ്കിൽ റാഫ്റ്റിങ്. പിന്നെ ഇതിന് പുറമെ ഞങ്ങൾക്ക് സ്റ്റേയ്ക്കൊക്കെ വേണ്ടി പുഴയിലേക്ക് ഞങ്ങളൊരു പച്ചില മിനി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞൊരു സംഭവം ഇടരമ്പ് പുഴയുടെ സൈഡിൽ ഒരു 10-24 പേർക്ക് സ്റ്റേ നൈറ്റിൽ തങ്ങാനും ഒരു 100-150 പേർക്ക് സ്റ്റേ ചെയ്യാനും പറ്റുന്ന രീതിയിൽ പുഴയുടെ സൈഡിൽ ഒരു പച്ചില മിനി ഓഡിറ്റോറിയം ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഫുഡും കാര്യമൊക്കെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും അവിടെ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. കാരണം അവിടെ തന്നെ ഉണ്ടാക്കി തന്നെ തയ്യാറാക്കി കഴിക്കാനുള്ള സംവിധാനം അവിടെ ആക്കിയിട്ടുണ്ട്. തൊട്ട് താഴെ പുഴയാണ്, അക്കരെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളും വന്യമൃഗങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ആ രീതിയിലാണ്. കർണാടകമാണ് ബോർഡർ. താഴെ തേജസ്വിനി പുഴയിലിറങ്ങാനും കുളിക്കാനുമുള്ള വലിയ ആഴമൊന്നുമില്ല, നല്ല ഒഴുക്കുണ്ട്, സൗകര്യമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഇവിടെ സന്ദർശകർക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ എൻട്രൻസിലൂടെ നമുക്ക് വാട്ടർ സ്പോർട്ടിലേക്ക് ഇറങ്ങി ചെല്ലാവുന്നതാണ്.
വെള്ളത്തിൽ യെല്ലോ ബോൾ കാണുന്നത് വരെ പോയി നമുക്ക് തിരിച്ചു പോരാവുന്നതാണ്. പാർക്കിനുള്ളിലുള്ള തോമാച്ചൻ്റെ ചായക്കടയിൽ ചായയും കടിയും സ്നാക്സും ഐസും ഐസ്ക്രീമും ഒക്കെ ലഭ്യമാണ്. പാർക്കിനെ കൂടുതൽ മനോഹാരിതയാക്കി തീർക്കുവാനുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്പോട്ട് തന്നെയാണിത്. ഇവിടെ കയാക്കിങ്, പെഡൽ ബോട്ടിങ്, കൂട്ടവഞ്ചി ഇവയൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഓടക്കൊല്ലി നാച്ചുറൽ കേവിൽ പോകാവുന്നതാണ്. 100-150 പേർക്ക് ക്യാമ്പ് ഫയർ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പച്ചില മിനി ഓഡിറ്റോറിയത്തിൽ അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ 24 പേരോളം താമസിക്കുവാനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.